രസികരാജ ന്യൂ എഡിഷൻ. ചിരിയുടെ രസക്കൂട്ടുകൾ നിറഞ്ഞ സൺലൈറ്റ് രസികരാജയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സൺലൈറ്റ് രസികരാജയിൽ വിവിധ റൗണ്ടുകളിൽ ശശി കൊളപ്പുള്ളി ആൻഡ് ടീം അവതരിപ്പിച്ച സ്കിറ്റുകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കിനി കണ്ടു നോക്കാം. ടീം അംഗങ്ങൾ ഇവരാണ്: ശശി കൊളപ്പുള്ളി, രമേശ് പാലമേട്, ലിജിൻ വിശ്വം, നവീൻ പാലക്കാട് ആൻഡ് മുരളി കലാഭവൻ. ഒരു വീട് പെയിന്റിംഗുമായി ബന്ധപ്പെട്ട ചിരിനിമിഷങ്ങളിലൂടെ ശശി കൊളപ്പുള്ളി ആൻഡ് ടീം ആദ്യ സ്കിറ്റിലൂടെ തന്നെ മികച്ച അഭിപ്രായം സ്വന്തമാക്കി. പണി തുടങ്ങുന്നയാൾ മുന്നേ നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാൽ അത് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. പറഞ്ഞോടുക്കാശാനെ. ഇപ്പൊ ഒരു കട്ടൻ ചായ, പിന്നെ 10 മണിക്ക് കഞ്ഞി, ചമ്മന്തി, ഉപ്പേരി, പിന്നെ വേണമെങ്കിൽ ഒരു പപ്പടം വേണം. പിന്നെ ഉച്ചക്ക് അത് ചോറ് മതിയാ. പിന്നെ നിങ്ങളുടെ കലാവാസന അനുസരിച്ച് വിഭവസമൃദ്ധമായ സദ്യ ആവാം. അത് ചേട്ടന്റെ ഇഷ്ടം പോലെ. 4 മണിക്ക് ചായ വേണം, കടി നിർബന്ധമാണ്. അതെ, ഞാൻ പറഞ്ഞത് ഞണ്ണണ കാര്യമില്ല. പെയിന്റ് അടിക്കാൻ എന്തൊക്കെ വേണമെന്ന്. അതിന് പിന്നെ എന്തൊക്കെ വേണോന്ന് നമ്മളോട് എന്തൊക്കെ വേണോ എനിക്കറിഞ്ഞൂടാ. ആശാനല്ലേ, ആശാൻ ചേട്ടനല്ലേ, പറഞ്ഞു കൊടുക്ക്. ഒന്നും വേണ്ട, ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഒരു സാധനം ഞങ്ങൾക്ക് വേണ്ട. എന്നാ പിന്നെ തുടങ്ങിക്കോ. ചേച്ചേ, തുടക്കാൻ ഒരു തുണി വേണം. അല്ല, അത് മാത്രം മതി. എന്നാ തുണി കൊടുക്ക്. ചേച്ചിയെ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം, പോരുമ്പോ ഒരു തുണിയും. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. നാണം കെട്ടവന്മാര് തുണിയില്ലാതെ വന്നേക്ക. എനിക്കും കൂടി ഒരു തുണി എടുത്തോ. അപ്പൊ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ അങ്ങനെ പറയും. ചേട്ടാ, അടിയന്തരം എവിടെയാണ്? ആരടിയന്തരം? അടിയന്തരം അല്ല, അടിക്കണ യന്ത്രം, ചൂല്. അതും വേണം. പിന്നെ 2 കസേര, പിന്നെ കേറി നിൽക്കാൻ വേണ്ടി ഒരു ഡെസ്ക്, കോണി ഇട്ടോ, കോണി അത്ര മതി. പിന്നെ 4 ബക്കറ്റും. ഇനിയിപ്പോ ബ്രഷ് വേണോ? അയ്യോ, പറഞ്ഞു നന്നായി, ഇല്ലെങ്കിൽ മറന്നുപോയാനെ. ഡാനീഷേ, നീ ആ റൂമിനകത്ത് കിടക്കണ കട്ടില് മുഴുവൻ ഒന്ന് പോളിഷ് ചെയ്തേ. ശരി ചേട്ടാ. കുട്ടാ, നീ ചെന്ന് അടുക്കള ഒന്ന് പുട്ടിയിട്. അടുക്കള പൂട്ടിയിടാനോ? പൂട്ടിയിടാനല്ല, പുട്ടിയിടാൻ. അതെ, ആ അടുക്കള എപ്പോഴും കിച്ചണിൽ തന്നെ അല്ലേ? അത് ശരിയാണ്, വരാതെ സിറ്റ് ഔട്ടിലാണ്. എന്നാ പിന്നെ മണിക്കുട്ടാ, നീ ഇവിടെ വെറുതെ ഇരിക്കും. അതാര മണിക്കുട്ടൻ? ഞാൻ തന്നെ, എന്റെ ഓമന പേരാ മണിക്കുട്ടൻ. അതെ ജനാർദ്ദനൻ സാറേ, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തുറന്നു പറയണം. അത് പറയാം ബാബുട്ടാ, എനിക്കൊരു ചെറിയ അഭിപ്രായം ഉണ്ട്. മക്കളെ, നമ്മുടെ സാറിനൊരു അഭിപ്രായം ഉണ്ട്. അല്ല, ഇപ്പൊ ഇവരെന്തിനെ വിളിച്ച അഭിപ്രായം ഞാൻ പിന്നെ പറയാം. നിങ്ങൾ പണി നടക്കട്ടെ. അല്ല ബാബുട്ടാ, പണിയൊക്കെ എങ്ങനെ പോണ്? ഇങ്ങനെയൊക്കെ തന്നെയാ പണി പോണത്. ഒന്നും പറയണ്ടേ ജനാർദ്ദനൻ സാറേ? എന്നാ പറയണ്ട. കഴിഞ്ഞ ആഴ്ച കുതിരേന്റെ മുകളിൽ നിന്നൊന്ന് വീണു. ബാബുട്ടൊരു കുതിരയൊക്കെ ഇണ്ടാ? അതല്ല, പണിക്കാര് ഉപയോഗിക്കണ കുതിരയില്ലേ? പണിക്കാർക്കൊക്കെ കുതിരയിട്ടാ? അതല്ല, പെയിന്റ് അടിക്കുമ്പോ കയറി നിക്കണ കുതിരയില്ലേ? അപ്പൊ നിങ്ങളൊക്കെ കുതിരപ്പുറത്ത് നിന്നാണ് പെയിന്റ് അടിക്കാറ്? കുതിര മരത്തിന്റെ പട്ടികടിച്ചുണ്ടാക്കിയത്. മരക്കുതിര, മരക്കഴുത. പിന്നെ ബാബുട്ടോ കഴിക്കാറുണ്ടാ? വല്ലപ്പോഴും, പണി സമയത്ത് മാത്രം. ചെറുതെടുക്കട്ടെ, പിള്ളേർക്ക് വേണം. പിള്ളേർക്ക് ഞാൻ കൊടുക്കാറില്ല. അല്ല, ടീച്ചറില്ലേ അകത്ത്? ടീച്ചറുള്ളപ്പോ എന്നല്ലേ ഞാനും കഴിക്കാറ്. എന്നാ പിന്നെ ചെറുതു മതി. സാറല്ലേ, ബാബുട്ടിന് ഒരു ചെറിയ അരി ഉണ്ടെടുത്ത. 2 വീടുകൾ, അതിന്റെ അതിർത്തിയിൽ നിൽക്കുന്ന ഒരു തെങ്ങ്, ഇവ പശ്ചാത്തലമാക്കി ശശി ആൻഡ് ടീം ഒരുക്കിയ സ്കിറ്റിലും ചിരിക്കാൻ ഒട്ടേറെ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ തെങ്ങിനുള്ള തേങ്ങ അപ്പുറത്ത് വീണു, അതെടുത്തോണ്ട് ആ കാലമാണം പോണില്ലേ, അതേക്കുറിച്ച് ചോദിക്കാൻ വാ. അയ്യോ, അതിന് ഞാനെന്ത് ചെയ്യാനാ ശാന്ത്? ഇത് തന്നെയല്ലേ അയാള് ദിവസവും ചെയ്തോണ്ടിരിക്കണത്. വിവരം ഉണ്ടാവുന്നപ്പാ. നിങ്ങൾ ആണാണെന്ന് പറഞ്ഞിട്ട് എന്തുട്ടാ കാര്യം? നിങ്ങൾ പോയി കാര്യം ചോദിക്കേ. അതിന് നീ ചോദിക്കുന്നുണ്ടല്ലോ. ഇത് ഇങ്ങനെ ഒരു കോന്തൻ ഭർത്താവായി പോലെ എനിക്ക് വയ്യ. എന്നെ കോന്തനെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും ശാന്ത. എങ്കിൽ പിന്നെ നിങ്ങൾ ആ തേങ്ങയുടെ വിവരം ചോദിക്കും മനുഷ്യ. തോമസ് ഏട്ടോ, എന്തോ എന്താ തേങ്ങയുടെ വിവരം? മനുഷ്യ, നിങ്ങളൊന്ന് ദേഷ്യത്തോടെ ചോദിക്കേ.
എന്നാ ഞാൻ എന്റെ ദേഷ്യം മുഴുക്ക ഇന്ന് അവനോട് ഞാൻ കാണിക്കും. ഈ ദേഷ്യം പോരെ ശാന്തി? ഒന്ന് പോ മനുഷ്യ, മനുഷ്യനെ ചിരിപ്പിക്കാതെ. അവിടെ പോയി ചോദിക്കും. എടോ തേങ്ങസ് തോമ അല്ല തോമസ് തേങ്ങ തരാൻ മനസ്സിലടാ, ഒന്ന് പോടാർന്ന്. ശാന്ത മനസ്സില്ലാന്ന്. നിങ്ങൾ പെണ്ണുങ്ങളെ പോയി കുടിക്കുന്ന കഥ 4 പറയും മനുഷ്യ. തോമസ് കേട്ടോ എന്താടാ 4. നിങ്ങൾ പോയി ആ തേങ്ങ എടുത്തോണ്ട് വാ. ഇങ്ങട് വാ. ഈ വേലി കടന്ന് ഇപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേറിയോന്റെ കാല് ഞാൻ വിട്ടും പറഞ്ഞില്ല എന്നുകൊണ്ടാ. വാടങ്ങട് നിങ്ങൾ ആ തേങ്ങ എടുത്തോണ്ട് വാ മനുഷ്യ. വാ കാല് ഞാൻ വിട്ടുന്നില്ല, കാല് ഞാൻ വിട്ടു. ശാന്ത് കാലില്ലാത്ത എന്നെ എന്തിനു കൊള്ളുമടി? കാലുണ്ടായിട്ടും അതന്നെയല്ലേ സ്ഥിതി. ഇവനോട് 4 വാർത്തകൾ ഞാൻ തന്നെ പറയാം. എടാ തോമസേ, എടാ കരികണ്ട, എടാ പൊള്ളക്കണ്ട, എടാ കാലമാടാ, എന്റെ തെങ്ങിലെ വളപ്പിൽ നിന്നുണ്ടായ തേങ്ങ ഡെയിലി നീ മോഷ്ടിച്ചിട്ട് പോവാ. തേങ്ങ കള്ള നിന്നെ ഞാൻ പിടിക്കണം. ഓടി ഭദ്രകാളി മൂദേവി എന്റെ അടുത്ത കളി. ഓടി എല്ലാം കട്ട മോറി ഓടിയായിരുന്നു. എടി ശാന്ത്, ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇതൊക്കെ എവിടുന്നാ വരുന്നത്? തോമസേ, പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? കറക്റ്റ് ടൈമിനെ രാമേട്ട ഇവിടെ എത്തി. അതെ രാമേട്ടാ, ഇങ്ങനെ തന്നെ. ഈ തെങ്ങിന്റെ കടവ് എവിടെ നിക്കണേ? നിന്റെ പറമ്പില്ലേ? അപ്പൊ ഇതിന്റെ തേങ്ങയുടെ അവകാശം ആർക്കാ? നിനക്കെന്നെ. രാമേട്ട ഇങ്ങോട്ട് വന്നേ. ഈ തെങ്ങിന്റെ തല നിക്കുന്നത് എന്റെ വളപ്പിലല്ലേ? അതെ. അപ്പൊ ഇതിന്റെ മോളിൽ നിന്ന് വീഴുന്ന തേങ്ങ ആരുടെ? എന്റെ അല്ലേ? അതേലോ. അങ്ങനെ വരട്ടെ. ഈ രാമേട്ട എന്തുട്ടാ പറയണേ? ഇതിലത്തെ ഒരു തേങ്ങ പോലും തരാതെ ദിവസം ഈ തോമസ് എടുത്തിട്ട് പോണത് ശരിയാണോ? ശരിയല്ല. രാമേട്ട ഇങ്ങോട്ട് വന്നേ. രാമേട്ട ഒരു കാര്യം മനസ്സിലാക്കണം. ഈ തെങ്ങിന്റെ മുകളിലുള്ള മച്ചിങ്ങ വീണിട്ട് എന്റെ വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങൾ പേടിച്ച് നിലവിളിച്ചെന്നാണ്. ആ നിലവിളി കേട്ട് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യ ഹൃദയം പൊട്ടി വിങ്ങില്ലേ? രാമേട്ടത് മനസ്സിലാക്കത്തെ? എന്തുട്ട് ശരി രാമേട്ട, തേങ്ങ പോട്ടെ, ചൂലുണ്ടാക്കണല്ലോ ഈർക്കല് പോലും എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല. ഇത് ശരിയാണോ? അത് ശരിയല്ല. രാമേട്ട ഒരു കാര്യം മനസ്സിലാക്കണം. ഈർക്കിലി കിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ നാക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈർക്കിലി ഈ വേലിയുടെ അപ്പുറത്തല്ലേ ഇടുന്നു. അത് മതി. അടുത്ത സ്കിറ്റ് വിശേഷങ്ങൾക്ക് മുൻപ് സൺലൈറ്റ് രസികരാജയിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. സൺലൈറ്റ് രസികരാജ ന്യൂ എഡിഷൻ. സൺലൈറ്റ് രസികരാജ ന്യൂ എഡിഷൻ. വെൽക്കം ബാക്ക് ടു സൺലൈറ്റ് രസികരാജ. ഒരു ഓട്ടോ സ്റ്റാൻഡ് അതായിരുന്നു ശശി ആൻഡ് ടീമിന്റെ 3ാമത്തെ സ്കിറ്റിന് പശ്ചാത്തലമായത്. ഒരു ഓട്ടം പോകണമായിരുന്നു. ഓട്ടം പോകാനാണോ? എവിടേക്കാ? ഇത് മരുതൻകുഴി പാന്ന് മുന്നിലെ വണ്ടി കയറി. അത് പിന്നിലല്ലേ? അല്ല, മുന്നിലെ വണ്ടി കയറ്. അതല്ല പറഞ്ഞത്, അത് എന്റെ പിറകിലല്ലേ വണ്ടി. കേറാൻ പറ്റേ? ഒന്നോളൂ. അതല്ല, കേറാൻ വരട്ടേന്ന്. അതായത് ഒരു കാര്യം അറിയണുണ്ടായിരുന്നു. എന്ത് തന്നം കാശ് തരണം. എടാ കുരുത്താൻകൊള്ളിയല്ലേ? അതല്ലേ ചോദിച്ചത്, എന്ത് കാശ് തരണോന്ന്? 30 രൂപ തരണം. അപ്പൊ ഈ സഞ്ചിക്കോ? സഞ്ചി അത് ഫ്രീയാ. സഞ്ചി ഫ്രീയാണ്. വണ്ടി തിരിച്ചു വരുമ്പോ ഒരാളതിൽ കേറിയാൽ എന്ത് തന്നം? റിട്ടേണിന് സാധാരണ 5 രൂപയാണ് ചാർജ്. എന്നാ റിട്ടേൺ കാശ് പിടിച്ചോ. എന്റെ മോനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കണ്ട്, തിരിച്ചു വരുമ്പോ അവനെയും കൂടെ ഒന്ന് കൊണ്ടുവന്ന. പിന്നെ പോണ വഴിക്ക് ഈ സഞ്ചി കൂടി അവിടെ കൊണ്ടുക്കോ. സഞ്ചിക്ക് കാശ് വേണ്ടല്ല. പിന്നെ ഞാനാണെങ്കിൽ വന്നില്ല. മാമൻ വിട്ടോ, മാമൻ ചെല്ലു. തള്ളല്ലടാ. എന്താണ് നവീന നിന്റെ മുഖത്തൊരു മ്ലാനത? ഒന്നും പറയണ്ടല്ലേ ജേഷന, രാവിലെ തന്നെ ഒരു ഓട്ടം വിളിച്ചിട്ട് കാശ് തരണ്ട പോയി. അതെന്ത് പറ്റിയ? ആരുടെ കാശ് തരണ്ട പോയത്? എന്നെ പറഞ്ഞാ മതിയല്ലോ. വണ്ടിയുടെ പിന്നിൽ ഞാൻ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കാശില്ലെങ്കിലും പുഞ്ചിരി മതിയെന്ന്. എന്നിട്ടാ അവൻ ഓട്ടം വിളിച്ചിട്ട് ഇറങ്ങിയിട്ട് ചിരിച്ചോണ്ട് പോയി. അത് കലക്കി. അങ്ങനെയാണെങ്കിൽ എന്നെ എത്ര പേര് പറ്റിക്കണം? ഞാൻ എന്റെ വണ്ടിയുടെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്ത് കാശില്ലെങ്കിലും കുഴപ്പമില്ല, ഉമ്മ മതിയെന്ന്. അതെ, കഞ്ഞിക്കുഴിക്കൊരു ഓട്ടം വരണല്ലോ. കഞ്ഞിക്കുഴിക്കല്ലേ? വരണില്ല.
എന്തേ ഫ്രീ ഓട്ടം നിർത്തി? ഞാനിവിടുത്തെ മെമ്പറാണ്. അത് നിങ്ങളുടെ സ്ഥിരം നമ്പറാണ്. ആ പേരും പറഞ്ഞ് നിങ്ങൾ കുറെ ഇവിടെ വളച്ചിട്ട് പോയ നീ ശേഷം വരണ്ട കഞ്ഞിക്കുഴിക്ക്. ആ കഞ്ഞിക്കുഴിയിലുള്ള കുഞ്ഞു കുഴിയൊക്കെ നേരത്തിട്ട് ഓടിവാ, എന്നിട്ട് ഞാൻ വരാം. എടോ ഇങ്ങനെ വെറുതെ നടന്നാ പോരാ മെമ്പർ എന്നും പറഞ്ഞിട്ട്. എടോ വികസിപ്പിക്കണം, വികസനം നടത്തണം, മനസ്സിലായ? വികസനം ഇല്ല എന്ന് പറയരുത്. മെമ്പറിന്റെ പോക്കറ്റിന് നല്ല വികസനല്ലേ. പോരാത്തതിന് മെമ്പർ വാടക വീട്ടിൽ നിന്ന് ഇപ്പൊ സ്വന്തം വീട്ടിലേക്ക് മാറി. പിന്നെ ആ വീട്ടിലേക്ക് 1/2 കിലോമീറ്റർ കോൺക്രീറ്റ് ചെയ്ത റോഡും ഉണ്ടാക്കി. ഇതൊക്കെ തന്നെ വികസനമല്ല വിദ്യാശാനെ? എടാ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ നിങ്ങളൊന്നും കഞ്ഞിക്കുഴിക്ക് ഓട്ടം വരില്ല അല്ലേ? ഇല്ല, വരാൻ മനസ്സില്ല. ആ നീ എന്താ പറഞ്ഞ്? നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞ് കക്കൂസ് അല്ലേ? ശരിയാക്കി തരണ്ട്. നീ എന്തൊട്ട് പറഞ്ഞു? നിനക്ക് എന്താ തെങ്ങിന്റെ തടമ്പാകണം കുടുംബശ്രീ യൂണിറ്റ് വഴി അല്ലേ? ശരിയാക്കി തരണ്ട്. എന്തൊട്ടോ ശശി നീ എന്തൊട്ട് പറഞ്ഞു? കുടിവെള്ള പദ്ധതി അല്ലേ? ഞാൻ ശരിയാക്കണ്ട്, നോക്കാം നമുക്ക്. ചെല്ലേ മെമ്പർ വണ്ടി വിടുന്നു. ഇത് കൊറേ മെമ്പർമാര് വന്ന് പറഞ്ഞു വെച്ചുള്ളതല്ലേ. ഇതിപ്പോ സ്ഥിരം പല്ലവിയല്ലേ, 5 വർഷം തന്നെയല്ലേ പരിപാടി. ഓരോരുത്തർ വെള്ളയിട്ട് ഇറങ്ങും നാട് നശിപ്പിക്കാൻ. സ്ത്രീ പീഡനം എന്ന സാമൂഹ്യ വിപത്തിനെതിരെ വിരൽ ചൂണ്ടുന്നതായിരുന്നു അടുത്ത സ്കിറ്റ്. തങ്കപ്പാ, നമുക്ക് അകത്തിരുന്ന് സംസാരിച്ചാലോ? അവിടെ ആവുമ്പോ നല്ല കാറ്റും കിട്ടും. വേണ്ട, ഇല്ലാത്ത കാറ്റിന് വല്ലാത്ത നാറ്റം വരും. അവറാനെ വന്ന കാര്യം ഇവിടെ വെച്ച് പറഞ്ഞാ മതി, അതാ രസം അല്ലേ? അതെ. അല്ലെങ്കിലും മുതലാളി എവിടെ പോയാലും എന്നും പുറത്താ സീറ്റ്. ഇവിടെ ഇരിക്കും. ഇതെന്താ ഇയാള് ജനിച്ചപ്പോ തന്നെ കസേരയായിട്ടാണോ വന്നിരിക്കുന്നത്? അപ്പൊ തങ്കപ്പോ ഓ തങ്കമ്മന്തിയെ തങ്കമ്മയോ? ഇവനെന്തിനാ തങ്കമ്മയെ അന്വേഷിക്കുന്നത്? അവറാനെ തങ്കമ്മ അവളുടെ വീട്ടിൽ പോയതാ. എന്താ കാര്യം? ഒന്നുമില്ല, ഞാനേ തങ്കമ്മയ്ക്കൊരു ജോലി ശരിയാക്കാമെന്ന് കരുതി അന്വേഷിച്ചതാ. ജോലിയോ? എവിടെ? മുതലാളിയുടെ ഇന്റർനെറ്റ് കടയില്. ഇന്റർനെറ്റ് കഫേല്? അതന്നെ, ഇന്റർനെറ്റ് കടയില്. എടാ ഇന്റർനെറ്റ് ഇന്റർനെറ്റിലോ? യുവതിയുടെ ചിത്രം ഇന്റർനെറ്റിൽ പകർത്തിയ ആൾ അറസ്റ്റിൽ. മനസ്സിലായി. നിന്റെ ഇന്റർനെറ്റ് കഫേയിൽ എന്റെ ഭാര്യ തങ്കമ്മ ജോലിക്ക് വരണം അല്ലേ? എന്നിട്ട് ആളുകൾ അത് കണ്ടു പറയണം ഇന്റർനെറ്റില് തങ്കപ്പന്റെ ഭാര്യയെ കണ്ടെന്ന്. അയ്യോ, ഇത് അതില് കാണൂല സത്യം. കാണില്ല, ഞാൻ അങ്ങനത്തെ കൊറേ കണ്ടിട്ടുണ്ട്. ആ ഭൂതി മനസ്സിലിരിക്കട്ടെ അവറാനെ. സ്ഥലം വിടാൻ നോക്ക്. എന്റെ തങ്കപ്പ, ഇത് നീ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ നിങ്ങൾക്കൊരു വരുമാനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ പറയുന്നത്. മാനം പോയിട്ട് എന്തിനാ അവറാനെ വരുമാനം? അങ്ങനെയാണെ നീ ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു പണിതാ. അത് മുതലാളി തരും 108ന്റെ മുട്ടം പണി. ഉണ്ണിമോനെ, അല്ല 108% പണി തരും എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ ഇവിടെ ഒരു ബഹളം? ഓ, അവറാൻ ചേട്ടനായിരുന്നോ? ഓ അവറാനല്ല, OP അവറാൻ, ഓലപ്പുരയ്ക്കല്ല അവറാൻ. എന്നിട്ട് വീട് വാർപ്പിന്റെയും. തങ്കമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഇയാള് പറഞ്ഞല്ലോ തങ്കമ്മ ഇവിടെ ഇല്ലെന്ന്. തങ്കമ്മ ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പൊ വന്നതാ. പിന്നെ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. തങ്കപ്പ പണിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, തങ്കമ്മേനെങ്കിലും പണിക്ക് വിട് അല്ലേ? അല്ല പിന്നെ തങ്കമ്മേനെ പണിക്ക് വിടാഞ്ഞിട്ട് തനിക്കെന്താ? താൻ പോടോ. താനും പോടോ. പോകാൻ മനസ്സില്ലടോ. മനസ്സില്ലെങ്കിൽ പോടാ അവിടുന്ന്. അടുത്ത സ്കിറ്റ് വിശേഷങ്ങൾക്ക് മുൻപ് സൺലൈറ്റ് രസികരാജയിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. സൺലൈറ്റ് രസികരാജ ന്യൂ എഡിഷൻ. സൺലൈറ്റ് രസികരാജ ന്യൂ എഡിഷൻ. വെൽക്കം ബാക്ക് ടു സൺലൈറ്റ് രസികരാജ. ബസ് സർവീസുമായി ബന്ധപ്പെട്ട ഒരു സമരപന്തലിലെ കാഴ്ചകളിലൂടെ ചിരിയുടെ പുതിയ നിമിഷങ്ങൾ സമ്മാനിക്കാൻ ശശി ആൻഡ് ടീമിന് കഴിഞ്ഞു. നമ്മുടെ നേതാവ് കുട്ടേട്ടാ, ഇവിടെ വന്നേ. ഇവിടെ യൂണിയൻ പ്രസിഡന്റ് ഞാനുണ്ട്, പിന്നെ നിന്റെ പേര് വിളിച്ചു പോവണ്ട കേട്ടോ. എടാ ഇങ്ങോട്ടൊന്ന് വന്നേടാ.
എന്റെ പേരൊന്ന് വിളിക്കടാ. അത് കിടന്നങ്ങോട്ട് മോയം കെട്ടടാ. എന്റെ കുട്ടേട്ടാ, കുട്ടേട്ടൻ അവിടെ സുഖമായിട്ട് കിടക്ക്. ഈ വക കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഓ പിന്നെ 4 ദിവസം പട്ടിണിക്ക് ഇങ്ങനെ കിടക്കാൻ നല്ല സുഖല്ലടാ. ഇനി അഥവാ ചേട്ടൻ പട്ടിണി കിടന്ന് ചത്താലും ചേട്ടന് അന്തസ്സായിട്ട് രക്തസാക്ഷിയായിട്ട് ജീവിക്കാലോ. അതാണ് എന്റെ ഏക ആശ്വാസം. അതെ, ഈ നാട്ടിൽ ആഴ്ചകളോളം പട്ടിണി കിടക്കുകയും ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്യുന്ന വേറൊരാളില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ കുട്ടേട്ടനെ തന്നെ സെലക്ട് ചെയ്തത്. അതെ, ഈ സമരം ഇന്നെങ്കിലും ഒന്ന് തീരോടാ. സമരം തീർന്നില്ലെങ്കിലും ചേട്ടൻ തീർന്നോളൂ. വലിവ് തുടങ്ങി. അത് സ്ഥിരമുള്ളതാ, അതവിടെ വലിച്ചു കിടന്നോട്ടെ. എടാ, ഇതൊന്ന് അവസാനിപ്പിച്ച് എനിക്ക് എന്തെങ്കിലും ഭക്ഷണം താടാ. കുട്ടേട്ട ഒന്ന് അവിടെ അടങ്ങിയിരി. സുന്ദരേശ, നമുക്കുള്ള ഭക്ഷണം എപ്പോ വരും? അത് കുമാരൻ വരുമ്പോ ടോർച്ച് കൊണ്ടുവരും. ടോർച്ചോ? ആണ്, ആ ടോർച്ച് വെച്ച് 2 പഴം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 ടോർച്ച് കൊണ്ടുപോടാ. അപ്പൊ കുട്ടേട്ടന് 2 ടോർച്ച് കൊടുക്കേ. അത് ഈ പഴം വെക്കണ്ട. എടാ, എനിക്ക് വിശന്നിട്ട് കിടക്കാൻ പറ്റില്ലടാ. എന്റെ ചേട്ടാ, ചേട്ടനാണ് നെടുന്തൂണ്. അതും കോൺക്രീറ്റിന്റെ. 4 ദിവസമായി നിരാഹാരം കിടക്കുന്ന ചേട്ടൻ ഞങ്ങളുടെ അഭിമാന സ്തംഭനമാണ്. അതാണ് എന്റെ ഒരു ആശ്വാസം. ഇനി ചത്താലും വേണ്ടില്ല. നമ്മുടെ നേതാവ് കുട്ടേട്ടാ, പട്ടിണിയോടെ കിടന്നോളൂ. നമ്മുടെ നേതാവ് കുട്ടേട്ടാ, പട്ടിണിയോടെ കിടന്നോളൂ. ഹാവൂ, മറിയാമ്മ വന്നത് ഒരാശ്വാസമായി. മറിയാമേ, എന്റെ അടുത്തോട്ട് വന്നൊന്ന് ഇരിക്കി. അതിനെന്താ കുട്ടേട്ടാ? അതെ, മറിയാമ്മയുടെ അടുത്തിരിക്കാൻ ഞങ്ങളുണ്ട്. അല്ല മറിയാമ്മേ? അപ്പൊ മറിയാമ്മയ്ക്ക് എല്ലാം അറിയാലോ. അറിയാം. മറിയാമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. താനൊന്നും മിണ്ടാതെ കിടന്നു കുട്ടേട്ടവിടെ. മറിയാമ്മ വന്നപ്പോ എല്ലാം മാറി മറിഞ്ഞു. എടാ, ആ നിരാഹാരം നിർത്തി അല്പം നിരാഹാരം തന്ന് ഇതൊന്ന് അവസാനിപ്പിക്കടാ. നമ്മുടെ ഓമന മറിയാമ്മേ. അല്ല, ഓമനയാണോ അതോ മറിയാമ്മയാണോ? അല്ല, മറിയാമ്മയാണല്ലോ നമ്മുടെയൊക്കെ ഓമന. ചന്ദ്ര, എന്താ പ്രസിഡന്റ്? ഒന്നിങ്ങോട്ട് വന്നു. എന്താണ് ചന്ദ്ര? നീ ഡ്രൈവർ? അതെ. അല്ലാതെ മറിയാമ്മയുടെ ഡ്രൈവർ അല്ലല്ലോ. ഒരു ഗ്രാമത്തിലെ ഗുണ്ടകളെ കഥാപാത്രമാക്കി ഒരുക്കിയ സ്കിറ്റും ചിരിയുടെ പൂരം സൃഷ്ടിച്ചു. ഇപ്രാവശ്യത്തെ ഉത്സവം നമുക്ക് കലക്കണം. കലക്ക്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവം കലക്കിയത് നീയണല്ലേ? അതല്ലടാ, ഉത്സവം തകർക്കണോന്ന്. ഈ തകർക്കാൻ മാത്രം ആളായിടാ. അതല്ല പറഞ്ഞത്, നമുക്ക് ഉത്സവം അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിക്കുന്ന ആളല്ലേ? ഈ ഉത്സവം അടിച്ചു പൊളിക്കുന്ന. പിന്നെന്താ ചെയ്യ? ഇപ്രാവശ്യത്തെ ഉത്സവം ബോംബിടണം. അതല്ല ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യത്തെ ഉത്സവം പ്രിയ ചട്ടമ്പി സുഹൃത്തുക്കളെ, അതെ, ഇതൊന്നും ശരിയാവില്ല. ഒരു 2 കിട്ടിയാലേ പ്രസംഗിക്കാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ. കൊടുക്കട 2. കളി ഇനി അപ്പൊ തുടങ്ങാം. അപ്പൊ ആദ്യം നമുക്ക് ഈശ്വര പ്രാർത്ഥന ആയിക്കോട്ടെ. ഒന്നുണ്ട്, വിളിക്കാം. മോളെ മരണിയെ, അല്ല രമണിയെ.